ഹായ് സ്റ്റുഡൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10th ഇംഗ്ലീഷിലെ ഗ്രാമർ പോർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. മിസ് 2 ക്വസ്റ്റ്യൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശകുന്തളയും ദുഷ്യന്തയും തമ്മിലുള്ളൊരു കോൺവെർസേഷനിൽ ഒരു എക്സ്ചേഞ്ച് ആണ് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത്. ഇപ്പൊ ശകുന്തളയുടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഹാവ് യു കം ടു എ ഹെർമിറ്റേജ് യുവർ മാജസ്റ്റി? ദുഷ്യന്ത് എന്താ പറയുന്നത്? ഐ കെയിം ഹിയർ വൈൽ ചേസിങ് എ ഡിയർ. അപ്പൊ ശകുന്തള ചോദിക്കുന്നത് നമുക്ക് എഴുതാലോ. ശകുന്തള എന്താ ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ശകുന്തള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ആസ്ഡ് എന്ന് വേണം എഴുതാനായിട്ട്. നമുക്ക് എഴുതാലോ. ശകുന്തള ആസ്ഡ്. ശകുന്തള ചോദിച്ചു. വൈ ഹാവ് യു കം ടു എ ഹെർമിറ്റേജ്? വൈ ഹാവ് യു? വൈ എന്നുള്ളത് ഒരു WH ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? W ഉണ്ട് H ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ WH ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതിയാൽ മതി. എക്സ്ട്രാ വേറെ വേർഡ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എഴുതാം. ശകുന്തള ആസ്ഡ് വൈ ഹാവ് യു കം ടു എ ഹെർമിറ്റേജ് ആണ്. ഹാവ് എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താകും? ഹാഡ് ആകും. യു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താകും? ദുഷ്യന്തനോടല്ലേ, അപ്പൊ ഹി ആകും. അതുപോലെ തന്നെ കം ടു എ ഹെർമിറ്റേജ്, കം മാറോ? ഇല്ല. ടു അവർ മാറിയിട്ട് എന്താകും? അവർ എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദെയർ എന്നാണ് ആകുന്നത്. അപ്പൊ ദെയർ ഹെർമിറ്റേജ് യുവർ മാജസ്റ്റി. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ശകുന്തള ആസ്ഡ്, ഒന്നില്ലെങ്കിൽ നമ്മൾ ആ മാജസ്റ്റി എന്നുണ്ടല്ലോ, ആ മാജസ്റ്റി എന്നുള്ളത് നമുക്ക് ദുഷ്യന്ത എന്ന് തന്നെ എന്ത് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് എഴുതാം. ശകുന്തള ആസ്ഡ് ദുഷ്യന്ത. ശകുന്തള ആസ്ഡ് ദുഷ്യന്ത. പിന്നെ എന്ത് വരും? വൈ ഹാവ് യു കം ആണ്. ഹാവ് യു എന്നുള്ളത്, ഹാവ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബ് ആണ്. യു എന്ന് പറയുന്നത് ഒരു പ്രോണൗൺ ആണ്. നമ്മൾ എപ്പോഴും ആദ്യം പ്രോണൗൺ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം എന്ത് റിപ്പോർട്ട് ചെയ്യാൻ? ഓക്സിലറി വെർബ് റിപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നോക്കാമല്ലോ. ശകുന്തള ആസ്ഡ് ദുഷ്യന്ത. വൈ നമ്മൾ ഓക്സിലറി വെർബ് യു, നമ്മുടെ ഹാവ് അല്ലേ, നമ്മുടെ പ്രോണൗൺ യു അല്ലേ, യു നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഹി ആക്കും. അപ്പൊ ആദ്യം പ്രോണൗൺ വരണം. ശകുന്തള ആസ്ഡ് ദുഷ്യന്ത വൈ ഹി ഹാഡ്, ഹാവ് എന്നുള്ളത് ഹാഡ് ആകും. ഹി ഹാഡ് കം ടു, അവർ എന്നുള്ളത് ദെയർ ആകും. ദെയർ ഹെർമിറ്റേജ്. എന്നിട്ട് ഒരിക്കലും നമ്മൾ ചോദിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും എന്തിടാൻ പാടില്ല? അവിടെ കൊണ്ടുപോയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്. മറിച്ച് നമ്മൾ അവിടെ ഇടേണ്ടത് ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്. ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പൊ ശകുന്തള ദുഷ്യന്ത മറുപടി പറയുന്നുണ്ടല്ലോ. ദുഷ്യന്ത റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. അന്നല്ലെങ്കിൽ നമുക്ക് പറയാം ദുഷ്യന്ത പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ഒന്നില്ലേ നമ്മൾ റിപ്ലൈഡ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സെഡ് എന്നാണ്. അപ്പൊ നമുക്ക് പറയാലോ. ദുഷ്യന്ത റിപ്ലൈ ചെയ്തു. ദുഷ്യന്ത റിപ്ലൈഡ്, അല്ലെങ്കിൽ ദുഷ്യന്ത സെഡ് എന്ന് പറയാം. ദുഷ്യന്ത റിപ്ലൈഡ് അല്ലെങ്കിൽ സെഡ്, ഏതെങ്കിലും ഒരു വേർഡ് വേണോട്ടോ എഴുതാൻ. ദുഷ്യന്ത റിപ്ലൈഡ് ദാറ്റ്, അങ്ങനെ പറഞ്ഞു. എപ്പോഴും നമ്മൾ മറുപടിയിൽ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ദാറ്റ് വരുത്തണം. ദുഷ്യന്ത റിപ്ലൈഡ് ദാറ്റ്. ഐ മാറിയിട്ട് എന്താകും? ഹി ആകും അല്ലെ. കെയിം, ഓൾറെഡി കെയിം എന്നുള്ളൊരു വേർബ് ആണ് കിടക്കുന്നത്. അപ്പോൾ കെയിം എന്നുള്ളത് ഓൾറെഡി V3 അല്ലെങ്കിൽ വേർബ് 3 ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി എന്താണ്? ഒരു പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ രൂപം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. ഇത് ഓൾറെഡി കെയിം എന്നുള്ളത് V3 ഫോർമാറ്റ് അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ ഹാഡ് കെയിം. ഓക്കെ, ക്ലിയർ? ദുഷ്യന്ത റിപ്ലൈഡ് ദാറ്റ്. ഐ കെയിം എന്നുള്ളത് എന്താകും? ഹി ഹാഡ് കെയിം ഹിയർ. ഹിയർ മാറൂലേ? ഹിയർ മാറിയിട്ട് there ആകും. there while chasing a deer. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് വരുന്നത്? പ്രിയംവദയും അനസൂയയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് അതിലുള്ളത്. അപ്പോ പ്രിയംവദ പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ്. പ്രിയംവദ എന്താ പറയുന്നത്? വിൽ
വിൽ ദ കിങ് ഹണ്ട് ദ ഡിയർ അഗൈൻ? പിന്നീട് വീണ്ടും ആ ഡിയറിനെ നമ്മുടെ കിങ് ഹണ്ട് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. അനസൂയ നോ, ഹി ഹാഡ് പ്രോമിസ് നോട്ട് ടു ഹാം ഇറ്റ്. അതിനെ ഹാം ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? പ്രിയംവദ ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കുന്നത്, അപ്പൊ പ്രിയംവദ ആസ്ഡ് എന്ന് വരും. പ്രിയംവദ ആസ്ഡ്. ഇത് നോക്കിയേ, നമ്മള് വില്ല് മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? വില്ല് മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഓക്സിലറി വേർബിൽ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യന് ഓക്സിലറി വേർബിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. വിൽ ദ കിങ് ഹണ്ട് ദ ഡിയർ അഗൈൻ? നമ്മുടെ കിങ് വീണ്ടും ആ ഡിയറിനെ ഹണ്ട് ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് യെസ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോ എന്ന് പറയാം. നമ്മുടെ ഇവിടെ അനസൂയ എന്താ പറയണം? നോ. അപ്പൊ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ? യെസ് എന്ന് മറുപടി പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് മറുപടി പറയാം. അപ്പോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണിത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു വേർഡ് ആണ് ഇഫ് അല്ലെങ്കിൽ വെദർ. ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം പ്രിയംവദ ആസ്ഡ് വിൽ ദ കിങ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്താകും? ഇഫ് എഴുതണം. ക്വസ്റ്റ്യൻ ചോദിക്കണല്ലേ പ്രിയംവദ ആസ്ഡ് ഇഫ്. നമ്മൾ കൂടുതൽ ഇഫില് ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. ഇഫില് പ്രിയംവദ ആസ്ഡ് ഇഫ് വിൽ ദ കിങ് ഹണ്ട് ദ ഡിയർ അഗൈൻ. വില്ല് മാറിയിട്ട് എന്താകും? വുഡ് ആകും. വില്ല് മാറിയിട്ട് എന്താകും? വുഡ് ആകും. വേറെ എന്തെങ്കിലും ചേഞ്ചസ് അവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോ പ്രിയംവദ ആസ് ഇഫ് വുഡ് എന്ന് വരുമോ? ഇല്ല. മറിച്ച് നമ്മൾ എഴുതുമ്പോ പ്രിയംവദ ആസ് ഇഫ് ദ കിങ് വുഡ് എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അവിടെ ദ കിങ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വുഡ് ആഡ് ചെയ്യാൻ. ഇഫ് ദ കിങ് വുഡ് hunt the deer again എന്ന് നമ്മൾ മറക്കരുത്. ഫുൾ സ്റ്റോപ്പ് ഇടണം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ നിങ്ങളുടെ മാർക്സ് അവിടെ കുറയും. അടുത്ത് നോക്കുക, അനസൂയ മറുപടി പറയണത് എന്താണ്? നോ എന്നാണ് അനസൂയ മറുപടി പറയുന്നത്. ഒന്നില്ലേ നമുക്ക് അതൊരു നെഗറ്റീവ്ലി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ നോ എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യണ്ട? റിപ്പോർട്ട് ചെയ്യണ്ട. ഇപ്പൊ നോ ആണെങ്കിൽ നെഗറ്റീവ്ലി യൂസ് ചെയ്യാം, യെസ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ്ലി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആ നെഗറ്റീവ് അല്ലെങ്കിൽ ആ യെസ് അല്ലെങ്കിൽ നോ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അനസൂയ റിപ്ലൈഡ് നെഗറ്റീവ്ലി. നോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ആഡ് ചെയ്യാം. അപ്പൊ നോക്കാം, അനസൂയ റിപ്ലൈഡ് ഒന്നില്ലെങ്കിൽ നെഗറ്റീവ്ലി ആഡ് ചെയ്യാം കേട്ടോ. അനസൂയ റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ മിസ് എന്ത് ചെയ്യുന്നില്ല? നോ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അനസൂയ റിപ്ലൈഡ് ദാറ്റ് അങ്ങനെ പറഞ്ഞു. ദാറ്റ് ഹി ഹാസ് പ്രോമിസ് നോട്ട് ടു ഹാം ഇറ്റ്. അപ്പൊ ഹി മാറോ? ഇല്ല. ഹാസ് മാറും. എന്താകും? അപ്പൊ ഹി ഹാഡ് പ്രോമിസ്ഡ് ആകും. ഹി ഹാഡ് പ്രോമിസ്ഡ് നോട്ട് ടു ഹാം ഇറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ആൻസർ വരുന്നത്. ബാക്കി 3, 4, 5 നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ അടുത്തത് പോകുന്നത് ഫ്രേസൽ വേർബ്സിലേക്കാണ്. ഫ്രേസൽ വേർബ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാലഡെയിൻ ആണ്. മാലഡെയിൻ്റെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Maladine, the harness maker, had already dashed with Hoshcomb in the past. From a distance, he dashed him, picking something from the ground. At once, he decided to dash a false story and later dash what he had seen to others. നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള നമ്മുടെ ആൻസേഴ്സ് വരുന്നത് ഗേവ് അവേ, മേക്കപ്പ്, കോട്ട് സൈറ്റ് ഓഫ്, ഫോളൻ ഔട്ട് വിത്ത്. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൽ നിന്നിട്ട് നമ്മൾ പിക്ക് ചെയ്ത് എഴുതണം. നോക്കാലോ. Maladine, the harness maker, had already dashed with Hoshcomb in the past. ഹോഷ്കോണും മാലഡീനും തമ്മിലുണ്ടായിരുന്ന പാസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നിട്ടുണ്ടായി അല്ലേ? അപ്പോൾ ആ പ്രശ്നം ഉണ്ടായി എന്നുള്ള ഒരു മീനിങ് വരുന്ന വേർഡ് ഏതാണ് ഇതിനകത്ത്? നമ്മുടെ ഫ്രേസൽ വേർബ് ഏതാ ഉള്ളത്? ഗേവ് അവേ ആണോ, മേക്കപ്പ് ആണോ, കോട്ട് സൈറ്റ് ഓഫ് ആണോ, ഫോൾ ഔട്ട് വിത്ത് ആണോ? നമുക്ക് ഇത് ഫോളൻ ഔട്ട് വിത്ത് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മാലഡീൻ ദ ഹാർനസ് മേക്കർ ഹാഡ് ഓൾറെഡി ഫോളൻ ഔട്ട് വിത്ത്, മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു വിത്ത് ഹോഷ്കോം ഇൻ ദ പാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഫ്രം എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഹി ഡാഷ് ഹിം പിക്കിംഗ് സംതിങ് ഫ്രം ദ ഗ്രൗണ്ട്.
അയാള് എന്തോ നമ്മുടെ ഹോഷ്കോമ ഗ്രൗണ്ടിൽ നിന്ന് എന്തോ സാധനം പിക്ക് ചെയ്യണത് കണ്ടു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇപ്പൊ കണ്ടു എന്നുള്ളത് ഇവിടെ ഏതാണ് വരുന്നത്? കോട്ട് സൈറ്റ് ഓഫ് അല്ലേ? അപ്പൊ നമ്മുടെ ബി കോട്ട് സൈറ്റ് ഓഫ് ആണ്. അടുത്ത് നോക്കാം. അറ്റ് വൺസ് ഹി ഡിസൈഡഡ് ടു ഡാഷ് എ ഫോൾസ് സ്റ്റോറി. ആദ്യം അയാൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടാക്കാം എന്നുള്ള മീനിങ് വരുന്നത് ഇവിടെ ഏതിലാണ്? മേക്കപ്പിലാണ്. അപ്പൊ മേക്കപ്പ് ആണ് നമ്മുടെ സി. ആൻഡ് ലേറ്റർ ഡാഷ് വാട്ട് ഹി ഹാഡ് സീൻ ടു അതേഴ്സ്. എന്നിട്ട് പിന്നീടാണ് കുറെ കഴിഞ്ഞപ്പോഴാണ് അയാള് എന്താണ് ശരിക്കും കണ്ടത് എന്ന് ആളുകളോട് പറഞ്ഞത്. അപ്പൊ ആളുകളോട് അറിയിച്ചു എന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുന്നത് എന്താണ്? ഗേവ് അവേ. അപ്പൊ അതാണ് ഡി വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ദ മാർക്കറ്റ് ഡേ അറ്റ് ഗോഡവൈൽ ഹോഷ്കോം വെന്റ് ടു ഡാഷ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് ലേറ്റർ on the market day at Godawil, Hoshcomb bent to dash a small piece of string. Later, when the pocketbook was found, another villager came to dash it to the mayor, but the people refused to dash their accusations. Hoshcomb could not dash the shame, and at last he dashed in despair. ഇതിനകത്ത് വരുന്നത് ബ്രേക്ക് ഡൗൺ, ടേക്ക് ബാക്ക്, പിക്കപ്പ്, പുട്ട് അപ്പ് വിത്ത്, ഹാൻഡ് ഓവർ. ഈ അഞ്ചെണ്ണമാണ് വരുന്നത്. നമുക്ക് നോക്കാം ഏതാണെന്ന്. ഓൺ ദ മാർക്കറ്റ് ഡേ അറ്റ് ഗോഡവൈൽ ഹോഷ്കോം bent to dash a small piece of string. ഒരു ഗോഡവൈൽ ഒരു മാർക്കറ്റ് ഡേന്റെ അന്ന് ഹോഷ്കോം എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തുനിന്ന് ഒരു സാധനം എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബെൻഡ് ചെയ്യുന്ന പറയണത്. അപ്പൊ എടുക്കാൻ എന്നുള്ള മീനിങ് ഇവിടെ വരുന്നത് ഏതിലാണ്? ബ്രേക്ക് ഡൗൺ, ടേക്ക് ബാക്ക്, പിക്കപ്പ്, പുട്ട് അപ്പ് വിത്ത്, ഹാൻഡ് ഓവർ. ഇവിടെ വരുന്നത് ഏതാണ്? പിക്കപ്പ് ആണ്. അപ്പൊ പിക്കപ്പ് ആണ് നമ്മുടെ ആൻസർ 1 വരുന്നത്. അപ്പൊ ആൻസർ 1 വരുന്നത് പിക്കപ്പ് ആണ്. രണ്ടാമത്തെ നോക്കാം. ലേറ്റർ വെൻ ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട് അനദർ വില്ലേജർ കെയിം ടു ഡാഷ് ഇറ്റ് ടു ദ മേയർ. പിന്നീട് ആ പോക്കറ്റ് ബുക്ക് കണ്ടുപിടിച്ചപ്പോൾ വേറൊരു വില്ലേജർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ മേയറിലേക്ക് അത് കൊടുക്കുന്നുണ്ട് എന്നുള്ള മീനിങ് വരുന്നത് ഏതാണ് ഇവിടെ? ഹാൻഡ് ഓവർ അല്ലേ? അപ്പൊ ഹാൻഡ് ഓവർ ആണ് നമ്മുടെ സെക്കൻഡ് ആൻസർ. അപ്പൊ അടുത്ത് നോക്കാം. ബട്ട് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഡാഷ് ദിയർ അക്യൂസേഷൻ. പക്ഷെ അവിടുത്തെ ആളുകൾ അവരുടെ തെറ്റിദ്ധാരണ, അവരുടെ അക്യൂസേഷൻ എന്തായിരുന്നില്ല? തിരിച്ചെടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പൊ തിരിച്ചെടുക്കാൻ എന്നുള്ള മീനിങ് വരുന്നത് ഇത് എവിടെയാണ്? ടേക്ക് ബാക്ക് ആണ്. അപ്പൊ ടേക്ക് ബാക്ക് ആണ് നമ്മുടെ തേർഡ് ആൻസർ. ഹോഷ്കോം കുഡ് നോട്ട് ഡാഷ് ദ ഷെയിം. ഹോഷ്കോമിന് ആ ഒരു നാണക്കേട് സഹിക്കാൻ പറ്റിയില്ല എന്നാണ്, ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാ പറയണത്. ആ സഹിക്കാൻ പറ്റിയില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മീനിങ് വരുന്നത് പുട്ടപ്പ് വിത്ത് എന്നുള്ള ഫ്രേസൽ വേർബിലാണ്. അപ്പൊ നമ്മുടെ പുട്ടപ്പ് വിത്ത് ആണ് നമ്മുടെ നാലാമത്തെ ആൻസർ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി ഡാഷ് ഇൻ ഡിസ്പെയർ. അപ്പൊ അവസാനം അയാള് ഒരു ഡിസ്പെയറിലേക്ക് പോയി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ബ്രേക്ക് ഡൗൺ ആണ് അഞ്ചാമത്തെ മീനിങ് ഉള്ള ഫ്രേസൽ വേർബ് വരുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും മിനിമം 3 തവണയെങ്കിലും വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മേജർ മിസ്റ്റേക്സ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ദ കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ നമ്മള് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ട മേജർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറയണമെന്ന് പറഞ്ഞാല് വില്ലേജർ യു വെർ ബെന്റിങ് ഇൻ ദ മാർക്കറ്റ് ഡാഷ്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ഡാഷ് കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കനെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല് ഇത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യു വെർ ബെൻഡിങ് ഇൻ ദ മാർക്കറ്റ്. നീ ആ ഒരു മാർക്കറ്റിൽ ബെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? അല്ലേ നീ ആ മാർക്കറ്റിൽ നീ ബെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ എന്നുള്ള മീനിങ് വരാൻ വേണ്ടിയാണ്, ആ ഒരു വേർഡ് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ യു വെർ ബെൻഡിങ് ഇൻ ദ മാർക്കറ്റ് അല്ലേ, ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ചോദിക്കണതാണ്. അപ്പോൾ റീഅഷ്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കണതാണ്. അപ്പൊ യു വെർ ബെൻഡിങ് ഡൗൺ, യു വെർ ആണ് കേട്ടോ. യു വെർ ബെൻഡിങ് ഡൗൺ, യു വെർ അല്ലേ? ഇത് യു എന്ന് പറയുന്നത് നമ്മുടെ പ്രോണൗൺ ആണ്. വെർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓക്സിലറി വെർബ്. നമ്മൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
ആദ്യം നമ്മുടെ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. യു വെർ ബെൻഡിങ് ഇൻ ദ മാർക്കറ്റ്. അപ്പൊ ഇതെന്ത് സെന്റൻസ് ആണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. കാരണം എന്താണ്? ഇതില് നോന്നോ നോട്ടെന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വേർഡ്സ് പോലും ഇതിനകത്തില്ല. അപ്പൊ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അത് നമ്മുടെ ടാഗ് നെഗറ്റീവ് ആക്കേണ്ടത് ഒരാളാണ്. അതാണ് നമ്മുടെ ഓക്സിലറി വേർബ്. നമ്മുടെ ഇവിടുത്തെ ഓക്സിലറി വേർബ് ആരാണ്? വേർ ആണ്. അപ്പൊ യു വേർ എന്നുള്ളത് നമുക്ക് നെഗറ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വേറിന്റെ ഒപ്പം എന്ത് ചെയ്ത് കൊടുക്കണം? ഒരു നോട്ട് ആഡ് ചെയ്യാ. വേറിന്റെ ഒപ്പം നോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്ത് വരുള്ളൂ? വേറെന്റ് എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? നോട്ട് ആഡ് ചെയ്യുമ്പോൾ വേറെന്റ്. ഈ സാധനം എന്താണോ അത് അതേപോലെ തന്നെ എഴുതാ, വേറെന്റ് യു എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അതാണ് നമ്മുടെ ആദ്യത്തെ ബ്ലാങ്കിൽ വരുന്നത്. എന്നിട്ട് നോക്കാം. പോസ്റ്റ്കോം. യെസ് ബട്ട് ഐ ഓൺലി വെന്റ് ടു പിക്ക് അപ്പ് എ പീസ് ഓഫ് സ്ട്രിങ്. വില്ലേജർ. വുഡ് യു മൈൻഡ് ഡാഷ്. വുഡ് യു മൈൻഡ് ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പോസ്റ്റ്കോം. നോ ഐ ഓൾറെഡി ഡിഡ് ബട്ട് ഹി ഡൗട്ട്സ് മീ. അപ്പൊ പോസ്റ്റ്കോം വില്ലേജർ പറഞ്ഞിട്ട് പോസ്റ്റ്കോമിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ ഓൾറെഡി അത് ചെയ്തു, പക്ഷെ അദ്ദേഹം എന്നെ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ? നമ്മൾ ഇതിനകത്ത് എന്ന് പറയണമെന്ന് പറഞ്ഞാല് മേയറിനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാലോ, വുഡ് യു മൈൻഡ് നിനക്ക് എന്നാ ഒരു കാര്യം ചെയ്തുകൂടെ? നിനക്ക് വേണമെങ്കിൽ ആ മേയറിനോട് പോയിട്ട് ട്രൂത്ത് സത്യം പറഞ്ഞൂടെ എന്ന് നമുക്ക് ചോദിക്കാലോ. അത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയണത്? നമുക്ക് പറയാം വുഡ് യു മൈൻഡ് ടെല്ലിങ്. പറയാറുന്നില്ല എന്നാണ് പറയണ. ടെല്ലിങ് ദ ട്രൂത്ത്. ഒന്നില്ലെങ്കിൽ ടു ദ മേയർ എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ബിഫോർ ദ മേയർ എന്ന് പറയാം. ബിഫോർ ദ മേയർ. അപ്പൊ ഇത് എ ആണ്, ഇത് നമ്മുടെ ബി ആണ്. നോക്കേ, വുഡ് യു മൈൻഡ് ടെല്ലിങ് ദ ട്രൂത്ത് ബിഫോർ ദ മേയർ. അപ്പൊ പോസ്റ്റ്കോം എന്താ പറയണ? നോ ഐ ഓൾറെഡി ഡിഡ് ബട്ട് ഹി ഡൗട്ട്സ് മീ. വില്ലേജർ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് പീപ്പിൾ നെവർ ബിലീവ് യു അഗെയിൻ. ആളുകൾ പിന്നെയും നിന്നെ ബിലീവ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും നടക്കാം? എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ പോസ്റ്റ്കോം പറയണേ, ഇഫ് ദാറ്റ് ഹാപ്പൻസ്, അങ്ങനെ എങ്ങാനും സംഭവിക്കണമെങ്കിൽ ഒന്നിലും അത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലത്തെ ബേസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ചിലപ്പോൾ ഞാൻ സൂയിസൈഡ് ചെയ്യുമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ നാണക്കേടിൽ ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് ആഡ് ചെയ്യാം? ക്വസ്റ്റ്യൻ എവിടെ? ഇഫ് ദാറ്റ് ഹാപ്പൻസ്, അങ്ങനെ എങ്ങാനും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഐ വിൽ ഡൈ ഓഫ് ഷെയിം. നാണക്കേട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മരിച്ചു പോകും എന്നാണ് പറയുന്നത്. നാണക്കേട് കൊണ്ട് ഞാൻ മരിക്കും എന്നാണ് പറയണത്. അടുത്തത് വില്ലേജർ. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ട്രബിളിങ് യുവർ സെൽഫ് സോ മച്ച്. പോസ്റ്റ്കോൺ. ദാറ്റ്സ് ഈസി ടു സേ. അപ്പൊ അടുത്തത് നോക്കിക്കേ. വില്ലേജർ. നോ ഐ കൻ നോട്ട് ബിക്കോസ് ദ ഹോൾ വില്ലേജ് ഇസ് അഗെയിൻസ്റ്റ് യു. അപ്പൊ ഇതിന് മുകളിൽ ഹോസ്റ്റ്കോം ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്കത് സുഖമാണ് പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ആ വില്ലേജർ പറയുന്നത്. നോ ഐ കനോട്ട് ബിക്കോസ് ദ ഹോൾ വില്ലേജ് ഇസ് അഗെയിൻസ്റ്റ് യു. അപ്പൊ നമുക്ക് ഇതിന് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാക്കാം? നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ഒരു ചോദിക്കാം, നിനക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. നിനക്ക് എന്നെ വിശ്വാസമാണോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? നോ ഐ ക്യാൻ നോട്ട്, എനിക്ക് പറ്റില്ല എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് ചോദിക്കാം വിൽ യു, നമുക്ക് പറ്റോ എന്ന് ചോദിക്കണേണ്. വിൽ യു ട്രസ്റ്റ് മീ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ വിൽ യു അറ്റ്ലീസ്റ്റ് ട്രസ്റ്റ് മീ, നീ എങ്കിലും എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ നീ എന്നെ ട്രസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പൊ അയാൾ പറയും നോ, എനിക്ക് പറ്റില്ല, കാരണം ഹോൾ വില്ലേജ് നിനക്ക് എതിരാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമുള്ളത് നോക്കാം. പോസ്റ്റ്കോം ഒരു ക്വസ്റ്റ്യൻ പിന്നെയും ചോദിക്കുന്നുണ്ട്. വില്ലേജർ പറയണത് നോ ഐ ഡോണ്ട് തിങ്ക് യു ആർ ഗിൽറ്റി ബട്ട് ഐ ഫിയർ അതേഴ്സ് ആങ്കർ. അപ്പോ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? നോ ഐ ഡോണ്ട് തിങ്ക് യു ആർ ഗിൽറ്റി ബട്ട് ഐ ഫിയർ അതേഴ്സ് ആങ്കർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെയും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒന്നില്ലെങ്കിൽ നീ എന്നെ ബിലീവ് ചെയ്യണില്ലേ, അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഭയങ്കര ഗിൽറ്റി ആണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എന്ത് ചോദിക്കാൻ പറ്റും? ഡു യു ബിലീവ് മീ, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ, നീ എന്നെ വിശ്വസിക്കുമോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്?
ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ഈ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാരും സ്കിപ്പ് ഔട്ട് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മേയർ യു വേർ സീൻ പിക്കിംഗ് സംതിങ് അപ്പ് ഡാഷ്. യു വേർ സീൻ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യു വേർ ആണ്. യു വേർ സീൻ പിക്കിംഗ് സംതിങ് അപ്പ്. നീ എന്തോ സാധനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡാഷ് കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കോമ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ മനസ്സിലാക്കുക അതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ നേരത്തെ പോലെ തന്നെ യു വേർ അല്ലേ, അപ്പൊ ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ എന്ത് വരും? വേറന്റ് യു എന്ന് വരും. നെക്സ്റ്റ് ബി. പിന്നെ എന്നിട്ട് പറയുന്നുണ്ട് യെസ് സർ ബട്ട് ഇറ്റ് വാസ് ഓൺലി എ സ്ട്രിങ്. മേയ വുഡ് യു മൈൻഡ് ബ്രിങ്ങിങ് എ വിറ്റ്നസ് ടു പ്രൂവ് യുവർ വേർഡ്സ്. നീ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് നിനക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ ഹോഷ്കോം ഒരു മറുപടി പറയുന്നുണ്ട്. പിന്നെ മേയർ എന്താ പറയണ? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ റിയൽ തീഫ് ഇസ് നെവർ ഫൗണ്ട്. ഹോഷ്കോം ഇഫ് ദാറ്റ് ഹാപ്പൻസ് പിന്നെ ഡാഷ്. മേയർ യു ഹാഡ് ബെറ്റർ കൺട്രോൾ യുവർ നെർവ്സ് ഓർ യു വിൽ അപ്പിയർ ഗിൽറ്റി. ഹോഷ്കോം യെസ് സർ ഡാഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മേയർ നോ യു മേ നോട്ട് അഡ്രസ് ദ ടൗൺസ് ഫോക്ക് യെറ്റ്. അപ്പോൾ ഹോഷ്കോം വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നുണ്ട്. മേയർ പറയണ നോ ഐ കെ നോട്ട് ഫുള്ളി ബിലീവ് യു അൺടിൽ എവിഡൻസ് ഇസ് ക്ലിയർ. അപ്പൊ ബി പാർട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് ഹോഷ്കോം അവിടെ ആൻസർ ആണ് ചെയ്യുന്നത്. വുഡ് യു മൈൻഡ് ബ്രിങ്ങിങ് വിറ്റ്നസ് ടു പ്രൂവ് യുവർ വേർഡ്സ്. നിന്റെ വേർഡ്സ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നീ പറയുന്നത് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിനക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ആരും എന്റെ കൂടെ നിൽക്കില്ല, അവരെല്ലാവരും എനിക്ക് എഗെയിൻസ്റ്റ് ആണ് നമുക്ക് പറയാലോ. അപ്പൊ ഞാൻ അതെങ്ങനെ എഴുതും? ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിഷ് ആയിക്കൂടെ, എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ബട്ട് നോ വൺ സപ്പോർട്ട്സ് മീ, പക്ഷെ എന്നെ ആരും എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാം. എന്നിട്ട് അടുത്ത് നോക്കാല്ലേ. ഇഫ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ റിയൽ തീഫ് ഇസ് നെവർ ഫൗണ്ട്. റിയൽ തീഫിനെ ശരിക്കും കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്നാ ചോദിക്കണത്. അപ്പോൾ ഹോഷ്കോം പറയണേണ് ഇഫ് ദാറ്റ് ഹാപ്പൻസ്, അതെങ്ങാനും നടക്കണേണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫേ പോയി എന്ന് പറയാം അല്ലെ. എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി പോയി, അല്ലെങ്കിൽ ഞാൻ ഫുള്ള് റൂയിൻഡ് ആയി പോയിട്ടെന്ന് എനിക്ക് പറയാം. അപ്പൊ ഞാൻ പറയാം ഐ ഷാൽ ബി റൂയിൻഡ് ഫോർ എവർ എൻ്റെ ലൈഫ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഐ ഷാൽ ബി റൂയിൻഡ് എന്നല്ല എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ മൈ ലൈഫ് വിൽ ബി റൂയിൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് ഇതിൽ ഏതെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. പിന്നെ അടുത്തത് മേയർ യു ഹാഡ് ബെറ്റർ കൺട്രോൾ യുവർ നെർവ്സ് ഓർ യു വിൽ അപ്പിയർ ഗിൽറ്റി. യെസ് സർ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നോ യു മേ നോട്ട് അഡ്രസ് ദ ടൗൺ ഫോക്സ് യെറ്റ്. അപ്പൊ ഇയാൾ പറയണത് എന്തായിരിക്കും? ഞാൻ അവരോട് പോയി സംസാരിക്കട്ടെ, ടൗൺ പീപ്പിളിനോട് ഞാൻ പോയി സംസാരിക്കട്ടെ എന്നായിരിക്കും പറയണത്. കാരണം ഇവിടെ എന്താണ്? ഇല്ല, നീ എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ടൗൺസ് ഫോക്കിനോട് പോയിട്ട് അവിടുത്തെ ടൗണിലത്തെ ആളുകളോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? അപ്പൊ ചോദിക്കണേണ് ഞാൻ എന്നാൽ അവരോട് പോയിട്ട് സംസാരിക്കട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കും? മേ ഐ സ്പീക്ക് ടു ദം, ഞാൻ അവരോട് സംസാരിക്കട്ടെ. മേ ഐ, ഞാൻ എന്നാ അവരോട് സംസാരിക്കട്ടെ എന്നുള്ളൊരു ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ചോദിക്കണേണ്ട. അതാണ് മേ എന്ന്, അവരോട് പെർമിഷൻ ചോദിക്കണ പോലെ ചോദിക്കണേണ്. അപ്പൊ നോ യു മേ നോട്ട് അഡ്രസ് ദ ടൗൺ ഫോക്സ് യെറ്റ്. എന്നിട്ട് ഹോഷ്കോൺ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ആൻസർ മേയർ പറയാണ് നോ ഐ കനോട്ട് ഫുള്ളി ബിലീവ് യു അൺടിൽ എവിഡൻസ് ഇസ് ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും അവരോട് ചോദിക്കാം. എന്തായിരിക്കും ചോദിക്കാം? ഡു യു ട്രസ്റ്റ് മീ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ അല്ലെ? ഡു യു ട്രസ്റ്റ് മീ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ പോലെ തന്നെ ബാലൻസ് എന്ത് ചെയ്യാം? 3, 4, 5 എന്തായാലും എല്ലാവരും എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അടുത്തതാണ് നമ്മുടെ നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് ഭയങ്കര സിമ്പിൾ ആണ്. പെട്ടെന്ന് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ്, ഇതിലത്തെ 5 ക്വസ്റ്റ്യൻസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാലോ. ദ ജെന്റിൽ മെയ്ഡൻ ran towards her friends when the bee chased her. അപ്പൊ ജെന്റിൽ മെയ്ഡൻ എന്ത് ചെയ്തു? അവളുടെ ഫ്രണ്ട്, ആ ഒരു ബീ അവളെ ചേസ് ചെയ്തപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? ഓടിപ്പോയി എന്നാ പറയുന്നത്.
ഇതില് നമ്മുടെ നൗൺ ഫ്രേസ് എന്താണ്, വേർബ് ഫ്രേസ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ വേർബ് എവിടെ വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുന്നേ ഉള്ളത് എല്ലാം എന്തായിരിക്കും, നമ്മുടെ നൗൺ ഫ്രേസ് ആയിരിക്കും. വേർബ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, വേർബ് ഫ്രേസ് ആയിരിക്കും. മിസ് കാണിച്ചു തരാം. അപ്പൊ ദ ജെന്റിൽ മെയ്ഡൻ റാൻ ടുവേർഡ്സ് ഹർ ഫ്രണ്ട്സ് വെൻ ദ ബീ ചേസ് ഹർ. ഇതില് ജെന്റിൽ മെയ്ഡൻ റാൻ ടുവേർഡ്സ് ഹർ ഫ്രണ്ട്സ് വെൻ ദ ബീ ചേസ്ഡ് ഹർ. ഇതില് നമ്മുടെ വേർബ് വരുന്നത് എവിടെയാണ്? വേർബ് വരുന്നത് റാനി വരുന്നില്ലേ, ചേസ്ഡി വന്നില്ലേ. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഇത് ഏതാണ് വരുന്നത്, റാൻ അല്ലേ. അപ്പൊ റാനിന് മുന്നേ ഉള്ളത് എല്ലാം, റാനിന് മുന്നേ ഉള്ളത് ആരാണ്, ദ ഗ്രേറ്റ് മെയ്ഡൻ. അവരായിരിക്കും നമ്മുടെ നൗൺ ഫ്രേസ്, അവരായിരിക്കും നമ്മുടെ നൗൺ ഫ്രേസ്. അപ്പോ നമുക്ക് എഴുതാം ദ ജെന്റിൽ മെയ്ഡൻ. ഇതേപോലെ വേണം എഴുതാൻ, സെപ്പറേറ്റ് ഇങ്ങനെ വരച്ച് എഴുതരുത്, സെപ്പറേറ്റ് എടുത്ത് എഴുതാം കേട്ടോ. വേർബ് ഫ്രേസ് എന്തായിരിക്കും, നമ്മുടെ വേർബ് എന്താ, റാനല്ലേ, ഓടി എന്നുള്ളതാണ്, ആക്ഷൻ ആണ്. അപ്പൊ റാൻ ആണ് നമ്മുടെ വേർബ്. അപ്പൊ റാൻ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന വരെ നമ്മൾ എന്താക്കി എഴുതണം, അവരെ വേർബ് ഫ്രേസ് ആയിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഏതല്ല, റാൻ ടുവേർഡ്സ് her friends when the bee chased her. ഇത്രയും എന്താണ്, നമ്മുടെ വേർബ് ഫ്രേസ് ആണ്. അപ്പൊ അടുത്തത് നോക്കാം. ശകുന്തള വാസ് വാട്ടറിങ്. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ, നൗൺ ഫ്രേസ് വേർബ് ഫ്രേസ്. നമ്മുടെ വേർബ് എവിടെ വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുന്നേ ഉള്ളത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയിരിക്കും. ദ ജെന്റിൽ മെയ്ഡ് എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ നൗൺ ഫ്രേസ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വേർബ് എവിടെ വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷമുള്ളത് എല്ലാം നമ്മുടെ വേർബ് ഫ്രേസ് ആയിരിക്കും. അടുത്ത നോക്കാലോ. ശകുന്തള വാസ് വാട്ടറിങ് ദ പ്ലാന്റ്സ് ഇൻ ദ ഹെർമിറ്റേജ് ഗാർഡൻ. ശകുന്തള ഹെർമിറ്റേജിന്റെ ആശ്രമത്തിലത്തെ ഗാർഡനില് പ്ലാന്റ്സിനൊക്കെ എന്ത് ചെയ്യണമായിരുന്നു, വെള്ളം ഒഴിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ നൗൺ ഫ്രേസ് എന്താണ്, വേർബ് ഫ്രേസ് എന്താണ്, ശകുന്തള വാസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ഇവിടെ വേർബ് ഇവിടെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണം, വാട്ടറിങ് ആണ് അല്ലെ, വെള്ളം ഒഴിക്കുന്നു എന്നുള്ള ഒരു ആക്ഷൻ ആണ്. അപ്പൊ വാട്ടറിങ് ദ പ്ലാന്റ്സ് ഇൻ ദ ഹെർമിറ്റേജ് ഗാർഡൻ അങ്ങനെ നമുക്ക് വരും ഇല്ല. മറിച്ച് ഈ വാട്ടറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ, നമ്മുടെ ഈ വേർബിന് ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ ഈ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അപ്പോ വാസ് വാട്ടറിങ് മുതലാണ് നമ്മുടെ എന്ത് വരേണ്ടത്, വേർബ് ഫ്രേസ് വേണ്ടത്. അപ്പൊ നമ്മുടെ ശകുന്തള മാത്രമായിരിക്കും നമ്മുടെ നൗൺ ഫ്രേസ്. വാട്ടറിങ് ആണ് ശരിക്കും വേർബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ വാസ് വാട്ടറിങ് ഉള്ളതുകൊണ്ട് ആ ഓക്സിലറി വേർബിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നൗൺ ഫ്രേസ് എന്തായിരിക്കും, ജസ്റ്റ് ശകുന്തള. വേർബ് ഫ്രേസ് എന്തായിരിക്കും, വാസ് വാട്ടറിങ് ദ പ്ലാന്റ്സ് ഇൻ ദ ഹെർമിറ്റേജ് ഗാർഡൻ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ വരുന്നത്. 3, 4, 5 വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്തത് വരുന്നത് fill in the blanks with suitable words from the bracket. On the market day dash got a while peasants gathered dash large numbers. Poscom bent dash to pick up a piece of string and quickly put it dash his pocket. Maladine standing dash a distance saw him. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ആഡ് ചെയ്യേണ്ടത്? ആക്ട് ഉണ്ട്, ഇൻടു ഉണ്ട്, ഫ്രം ഉണ്ട്, ഇൻ ഉണ്ട്, ഡൗൺ ഉണ്ട്. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് വേണം നമ്മൾ എടുത്തിട്ട് ആ നമ്മുടെ ബ്ലാങ്ക്സിൽ എഴുതാനായിട്ട്. അപ്പൊ നോക്കാം. ഓൺ ദ മാർക്കറ്റ് ഡേ ഗോഡവൈൽ. ഇതൊരു സ്ഥലമല്ലേ, സ്ഥലമായതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും അവിടെ എഴുതേണ്ടത്? സ്ഥലമായതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അറ്റ്. അപ്പൊ ഓൺ ദ മാർക്കറ്റ് ഡേ അറ്റ് ഗോഡവൈൽ, ഗോഡവൈലിൽ വെച്ച് നടക്കുന്ന മാർക്കറ്റ് ഡേന്റെ അന്ന് പെസൻസ് ഗ്യാതേർഡ് ലാർജ് നമ്പേഴ്സ്, ലാർജ് നമ്പേഴ്സിൽ വന്നു എന്നുള്ളതാണ്. ഇൽ എന്ന് പറയുമ്പോൾ ഇന്നാണ് വരേണ്ടത്. ഇൻ ലാർജ് നമ്പേഴ്സ്. ഹോസ്കോം ബെന്റ് ഡാഷ് ടു പിക്ക് അപ്പ് എ പീസ് ഓഫ് സ്ട്രിങ്. അപ്പോ ഹോസ്കോം ബെന്റ്, താഴത്തോട്ട് ബെന്റ് എന്നല്ലേ പറയണം. അപ്പൊ ബെന്റ് ഡൗൺ. അപ്പൊ എന്ത് തന്നെ, ബെന്റ് ഡൗൺ ടു പിക്ക് അപ്പ് എ പീസ് ഓഫ് സ്ട്രിങ് ആൻഡ് ക്വിക്ലി പുട്ട് ഇറ്റ്, എങ്ങോട്ടേക്കും? പുട്ട് ഇറ്റ് ഹിസ് പോക്കറ്റ് എന്നാണ്. പുട്ട് ഇറ്റ് ഇൻ ടു his pocket.
മാലഡൈൻ സ്റ്റാൻഡിങ് ഡാഷ് എ ഡിസ്റ്റൻസ് സോ ഹിം. അപ്പൊ മാലഡൈൻ സ്റ്റാൻഡിങ് ഫ്രം എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ നിന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരേണ്ടത്? ഫ്രം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൻസേഴ്സ് വരുന്നത്. രണ്ടാമത്തെ ആൻസർ നമുക്ക് നോക്കാം. The mayor sent for Hoshcombe and brought him dash his office. He accused him dash stealing a pocketbook. Hoshcombe swore dash his innocence, but the mayor laughed dash him. The villagers were also suspicious dash his behavior. ഇതിൽ വരുന്നത് on, off, into, at, about. നമുക്ക് നോക്കാലോ. The mayor sent for Hoshcombe and brought him. ഇതിൽ എന്തായിരിക്കും വന്നത്? brought him on ആണ്, off ആണ്, into ആണ്, at ആണ്, about ആണ്. ഇതിനകത്ത് വരുന്നത് into ആണ്. അപ്പൊ brought him into his office. He accused him dash stealing the pocket book. പോക്കറ്റ് ബുക്ക് സ്റ്റീൽ ചെയ്തെന്ന് വിചാരിച്ചു എന്നല്ലേ പറയണ. അപ്പോ he accused him off ആണ്, of stealing the pocket book. Hoshcombe swore എന്താ പറയണ? swore dash his innocent, but the mayor laughed dash him. അപ്പൊ എന്താ പറയുന്നത്? Hoshcombe swore on his innocence. എന്താ പറയുന്നത്? on his innocence, but the mayor laughed at him. on വന്നിട്ട് അതിനുശേഷം at വരും. The villagers were also suspicious. എന്തിനെ പറ്റി സസ്പീഷ്യസ് ആയിരുന്നു? about his behavior. അയാളുടെ ബിഹേവിയർ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചത് അയാളാണ് ആ കുറ്റവാളി എന്നാണ് പറയണത്. ബാക്കിയുള്ള 3, 4, 5 എന്തായാലും പഠിക്കാട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ 3 എണ്ണം എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാം. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആണ് എഡിറ്റ് ദ പാസേജ് വരുന്നത്. എഡിറ്റ് ദ പാസേജസിൽ ഇതിൽ ശരിക്കും ബോൾഡ് ആക്കണം കേട്ടോ. ഇത് ബോൾഡ് ആയിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. എറേഴ്സ് തിരുത്തേണ്ടത് എഡിറ്റ് ദ പാസേജ് ആണ്. എഡിറ്റ് ദ പാസേജിൽ നമുക്ക് കൂടുതലും ചാൻസ് ഉള്ള, ചിലപ്പോൾ നമുക്ക് പ്രസന്റ് ടെൻസ് എന്നിട്ട് അത് പാസ്റ്റിലേക്ക് മാറ്റേണ്ടത് ഉണ്ടാകും. ചിലപ്പോൾ ലെറ്റർ നമ്മുടെ സ്പെല്ലിങ്സിൽ ഡിഫറൻസ് ഉണ്ടാകാം. ചിലപ്പോൾ സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതേണ്ട സ്ഥലത്ത് സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ടാകും. അങ്ങനത്തെയൊക്കെ ശരിക്കും കംപ്ലീറ്റ്ലി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ എഡിറ്റ് ദ പാസേജ് നോക്കാം. After hearing the old man's words, the fat woman stopped crying. സ്റ്റോപ്പ് ക്രൈങ് എന്നാണ് പറയേണ്ടത്. ആഫ്റ്റർ ഹിയറിങ്, കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ദ ഫാറ്റ് വുമൺ, സ്റ്റോപ്പ് എന്നുള്ളത് പ്രസന്റ് അല്ലേ, അപ്പൊ നമ്മൾ അത് എന്തിലേക്ക് മാറ്റണം? പാസ്റ്റിലോട്ട് മാറ്റണം. അപ്പൊ സ്റ്റോപ്പ് എന്നുള്ളത് എന്താകും? സ്റ്റോപ്ഡ് ക്രൈയിങ്. ഷീ ലുക്ക്ഡ് അറ്റ് ഹിം അമേസ്ഡ്ലി എന്ന് വരും. അമേസ്ഡ്ലി ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് ജസ്റ്റ് അമേസ്ഡ്. ഷീ ലുക്ക്ഡ് അറ്റ് ഹിം അമേസ്ഡ് എന്ന് വരുള്ളൂ കേട്ടോ. അമേസ്ഡ്ലി എന്നൊന്നും വരില്ല. അമേസ്ഡ് ആൻഡ് സെഡ് നത്തിങ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഷീ ഫീൽസ് ദാറ്റ് ഹെർ ഗ്രീഫ് വാസ് ഷെയർഡ് ബൈ അതേഴ്സ്. ഷെയർ ചെയ്തു അതേഴ്സിനായിട്ട്. ഷെയർഡ് എന്നാണ് പറഞ്ഞേക്കണം. ഷെയർഡ് ED അല്ലേ, ED ആയതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫീൽസ് വരാൻ പാടുണ്ട? ഇല്ല. ഫീൽസിന് പകരം മറിച്ച് അവിടെ വരേണ്ടത് ഫെൽറ്റ് ആണ് കേട്ടോ. FELT ഫെൽറ്റ് ആണ് കേട്ടോ വരേണ്ടത്. She felt that her grief was shared by others. The man's voice had touched her deeply and she began to understand that sacrifice brings honor, not loss. The other passengers remained quiet, lost in their thoughts. അവരുടെ റിമെയിൻ ചെയ്തു എന്നാണ് വരേണ്ടത്. ഇത് ഓൾറെഡി എല്ലാം പാസ്റ്റിൽ കിടക്കണില്ല. അപ്പൊ നമുക്ക് ഈ റിമെയിൻ എന്നുള്ളത് എന്തിലോട്ട് മാറ്റണം? റിമെയിൻഡ്, NED വരണം. റിമെയിൻഡ് ആക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ നോക്കാം. Hoshcombe was a poor peasant who lived in Godawai. Who was ആണ്. was എന്നുള്ളത് പാസ്റ്റ് അല്ലേ, അപ്പൊ നമ്മൾ ഈ സെന്റൻസ് ഫുള്ള് പാസ്റ്റിലല്ലേ വരേണ്ടത്. Hoshcombe was a poor peasant who live എന്നുള്ളത് പ്രസന്റ് ആണ്. അപ്പൊ നമ്മൾ ലിവ് മാറ്റിട്ട് എന്താക്കും? lived ആക്കും. live in Godawai. One day he go to the market. go ആണ് പറയേണ്ടത്. അല്ല, ഗോവും എന്തിനാണ്? പ്രസന്റ് ആണ്. അപ്പൊ നമ്മളത് പാസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടി ഹി ഗോ എന്നുള്ളത് എന്താണ് വരേണ്ടത്? വെന്റ് ആണ് കേട്ടോ. ഗോ എന്നുള്ളത് ഗോസ്, ഗോഡ് ഒന്നും ആവൂല. വെന്റ് ആണ് വരുന്നത്. ഹി ബെൻഡ് ഡൗൺ ആൻഡ് പിക്ക് എ പീസ് ഓഫ് സ്ട്രിങ്. ഇവിടെ പിക്ക് എന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് എന്താക്കണം? പിക്ഡ് ആക്കണം. PICKED. പിക്ഡ്.
മെനി വില്ലേജർ വാസ് വാച്ചിങ് ഹിം. മെനി വില്ലേജേഴ്സ് എന്നാണ്, എസ് ഉണ്ട് ഇവിടെ, സോറി. മെനി വില്ലേജേഴ്സ്, RS, വില്ലേജേഴ്സ് വാസ് വാച്ചിങ് ഹിം. മെനി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഒരാളാണെങ്കിൽ നമുക്ക് വാസ് എന്ന് പറയായിരുന്നു, പക്ഷെ ഇത് ഒരുപാട് പേരുള്ളതുകൊണ്ട് വാസ് മാറിയിട്ട് അത് എന്താകുള്ളൂ, വേർ ആകുള്ളൂ. വേർ വാച്ചിങ് ഹിം ആൻഡ് ദേ തോട്ട് ഹി സ്റ്റീൽ ദ മിസ്സിംഗ് പോക്കറ്റ് ബുക്ക്. ഹി സ്റ്റീൽ എന്നാണ് വരേണ്ടത്, ഓൾറെഡി പാസ്റ്റ് ആയതുകൊണ്ട് ഹി ഹാഡ് സ്റ്റീൽഡ്. എന്താണ്? ഹി ഹാഡ് സ്റ്റീൽഡ് ദ പോക്കറ്റ്, ദ മിസ്സിംഗ് പോക്കറ്റ് ബുക്ക്. ഒന്നില്ലെങ്കിൽ ഹി ഹാഡ് സ്റ്റീൽഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി ഹാഡ് സ്റ്റോളൻ. ഹി ഹാഡ് സ്റ്റോളൻ ദ മിസ്സിംഗ് പോക്കറ്റ് ബുക്ക്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹി ഹാഡ് സ്റ്റോളൻ എന്നാക്കാം കേട്ടോ. ഹി ഹാഡ് സ്റ്റോളൻ ദ മിസ്സിംഗ് പോക്കറ്റ് ബുക്ക് എന്നാക്കാം. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്തായാലും നിർബന്ധമാണ് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് എന്ത് ചെയ്യണം, ചെയ്യണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് വരുന്നതും ഈ ഒരു വർക്ക്ഷീറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാം എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.